സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. FCRA ബില്ലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പാഠഭേദത്തിൽ ഒന്ന് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഇത് കുറേ നാളുകളായിട്ട് നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കുന്ന ഒരു വിഷയമാണെങ്കിലും പാഠഭേദത്തിൽ അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു കമൻറ്റ് പറഞ്ഞിരുന്നില്ല. അങ്ങനെ പറയാഞ്ഞതിൻ്റെ കാരണം ഇത് നേരിട്ട് നമ്മളിൽ പലരെയും ബാധിക്കുന്ന ഒരു വിഷയമല്ലല്ലോ എന്നൊരു ചിന്ത കൊണ്ടാണ് FCRAയെക്കുറിച്ച് നമ്മുടെ പാഠഭേദത്തിലൊന്നും പറയാൻ ശ്രമിക്കാതിരുന്നത്. കാരണം നമുക്കാർക്കും ഫോറിൻ ഫണ്ടൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഫോറിൻ ഫണ്ട് ലഭിക്കുന്നവർ അവർക്കൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയം മാത്രമാണല്ലോ ഇത് എന്നൊരു ചിന്ത കൊണ്ടാണ് നേരത്തെ പാഠഭേദത്തിൽ സംസാരിക്കാതെ ഇരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു വിഷയം വളരെ വലിയ ചർച്ചയാകുകയും പാർലമെൻറ്റിൽ ബില്ല് പാസ്സാക്കുന്നതിനെക്കുറിച്ച് അതിന് എതിരായിട്ടുള്ള ഒബ്ജക്ഷൻസ്, സംസ്ഥാന സർക്കാരുകൾ എടുക്കുന്ന നിലപാടുകൾ, ഇതെല്ലാം മാധ്യമങ്ങൾ വഴി ചർച്ചയാകുമ്പോൾ എന്താണ് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ കൺസേൺ എന്നുള്ളത്, അതിൻ്റെ സത്യം എന്താണെന്നുള്ളത് ഒന്ന് തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചു. FCRA ബില്ലിനെ അനുകൂലിക്കുന്ന അമെൻഡ്മെൻറ്റ് ബില്ലാണ് കേട്ടോ. FCRA ബില്ലെന്ന് പറയുന്നത് നേരത്തെ തന്നെ FCRA ബില്ലൊക്കെ പാർലമെൻറ്റിൽ പാസ്സായതാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു അമെൻമെൻറ്റ് ബില്ലാണ് പാർലമെൻറ്റിൽ പാസ്സാക്കുവാൻ ശ്രമിക്കുന്നത്. അതിനെ അനുകൂലിക്കുന്ന ആളുകൾ, എന്താണ് ക്രിസ്ത്യാനികൾക്ക് ഇത്ര പേടി? നിങ്ങൾക്ക് തെറ്റൊന്നുമില്ലെങ്കിൽ, അഴിമതിയൊന്നും നടത്തുവാൻ ആഗ്രഹമില്ലെങ്കിൽ, നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തിനാണ് ഈ ബില്ലിനെ ഭയക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവരിൽ മലയാളികളായ പ്രമുഖരായ ചില ഓൺലൈൻ മാധ്യമ പ്രവർത്തകരും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഞാൻ ഈ ശ്രീ ഷാജൻ സക്രിയയുടെ ചില വീഡിയോകളിൽ FCRA ബില്ല് എന്താണെന്നുള്ളത് താൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചില വീഡിയോകൾ കണ്ടു. അതിനകത്തെ ക്രിസ്തീയ സമൂഹത്തിന് ഇങ്ങനെയുള്ള ഒരു ഭയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന രീതിയിൽ അദ്ദേഹവും പറഞ്ഞു. കഴിഞ്ഞ ദിവസം മാത്യു ഷമ്മയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിലും FCRA ബില്ലിനെ കുറിച്ച് വിശദീകരിക്കുന്നത് കണ്ടു. ഈ രണ്ട് വീഡിയോകളിലും ഞാൻ കോമണായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവരൊക്കെ പറയുന്നത് ഈ FCRA ബില്ല് പ്രത്യേകിച്ച് അതിനകത്ത് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഒരു ഗവൺമെൻറ് ആ ദേശത്തുള്ള ഇങ്ങനെയുള്ള വിദേശ നാണയത്തിൻ്റെ വിനിമയങ്ങളെ റെഗുലേറ്റ് ചെയ്യുവാൻ എടുക്കുന്ന നടപടികൾ മാത്രമാണ് എന്ന രീതിയിൽ അതിനെ കണ്ടാൽ മതി എന്നൊക്കെയാണ് പൊതുവെ മാധ്യമ പ്രവർത്തകരൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ ക്രിസ്ത്യാനികൾ അവർ വലിയ പ്രശ്നക്കാരായതുകൊണ്ട്, അഴിമതിക്കാരായതുകൊണ്ട്, അവർക്ക് എന്തൊക്കെയോ മറയ്ക്കാനുള്ളത് കൊണ്ടാണോ ഈ FCRA ബില്ലിനെതിരെ ഇത്രയധികം ശബ്ദിക്കുന്നത് എന്ന ഒരു ചോദ്യമുണ്ടാകുന്നു. അപ്പോൾ ശരിക്കും എന്താണ് ക്രിസ്ത്യൻ കൺസേൺ എന്നുള്ളത് ആളുകളിലേക്ക് ശരിക്കും എത്തിയിട്ടില്ല. അത് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പാഠഭേദത്തിൽ ഈ വിഷയം ഞാൻ ഉൾക്കൊള്ളിക്കുവാൻ താല്പര്യപ്പെട്ടത്. ഇതിനോട് അനുബന്ധിച്ച് പറയേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ, പല സംസ്ഥാന സർക്കാരുകളും ഇതിന് അനുകൂലമായും പ്രതികൂലമായും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതികൂലമാകുന്ന പ്രതികരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് മിസോറാം ചീഫ് മിനിസ്റ്റർ ഈ പറഞ്ഞതുപോലെ അമിത്ഷായുമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഡയലോഗ്സ് അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് തമിഴ്നാട് നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കി. FCRA ബില്ല് അമെൻഡ്മെൻറ്റ് ബില്ലിന് എതിരായിട്ട് ഒരു പ്രമേയം പാസ്സാക്കി. അത് വലിയ വിവാദമായി തീർന്നു. അതായത് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ഒരു ക്രിസ്ത്യൻ ഗവൺമെൻറ് ആണ് എന്നുള്ള വിധത്തിലൊക്കെ ഈ ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചത് തമിഴ്നാട് സർക്കാർ ശരിക്കും ഒരു ക്രിസ്ത്യൻ സർക്കാരാണ്, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിൽക്കുന്ന സർക്കാരാണ്, ക്രിസ്ത്യാനികളുടെ സർക്കാരാണ് എന്ന വിധത്തിലൊക്കെ ഹിന്ദി മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് കാണുവാനിടയായി തീർന്നു. അങ്ങനെ വന്നപ്പോൾ ആ ഒരു വിഷയം കൂടെ ഒന്ന് പറയേണ്ടത് ആവശ്യമാണല്ലോ. എന്തുകൊണ്ടാണ് തമിഴ്നാട് സർക്കാരിനെതിരെ ഇത്ര വലിയ ആരോപണങ്ങൾ ഉയർന്ന് വരുന്നത്? ജോസഫ് എന്ന പേര് കൊണ്ടാണോ, അതോ ആ സർക്കാർ ശരിക്കും ക്രിസ്ത്യൻ സർക്കാരാണോ എന്ന ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എനിക്ക് എൻ്റേതാകുന്ന ഒരു അഭിപ്രായമുള്ളത്, ഈ സൗത്ത് ഇന്ത്യയിലെ ഒരു രീതി അനുസരിച്ച് ഈ പറഞ്ഞ സെക്കുലറിസത്തിന് ആഴത്തിലുള്ള വേരുകളുള്ള സംസ്ഥാനങ്ങളാണ് ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പ്രത്യേക മതത്തിൻ്റെ സർക്കാരായിട്ടൊന്നും ഭരിക്കുന്ന സർക്കാരുകളല്ല. നമ്മുടെ കേരളത്തിൽ VD സതീശൻ തന്നെ ബൈബിളിൽ നിന്ന് ഒത്തിരി പ്രസംഗിക്കുന്ന ഒരാളല്ലേ. അതിൻ്റെ അർത്ഥം കേരള സർക്കാർ ക്രിസ്ത്യൻ സർക്കാരാണെന്നാണോ? അങ്ങനെയല്ല. ഇനി അങ്ങ് ഈ ആന്ധ്ര, തെലങ്കാന, കർണാടക ഇവിടുത്തെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിയാൽ ബൈബിളുമായിട്ടും ക്രിസ്ത്യാനിറ്റിയുമായിട്ടും ബന്ധമുള്ളവരൊക്കെ ആ സംസ്ഥാനങ്ങളിലൊക്കെ ഒത്തിരി
ആളുകൾ ഉണ്ട്. അതിൻ്റെ ഒന്നും അർത്ഥം അവരൊന്നും ക്രിസ്ത്യൻ സർക്കാരാണെന്നല്ല. അവർ സെക്കുലറിസത്തിന് വേണ്ടി നിൽക്കുന്ന സർക്കാരുകളാണ്. അങ്ങനെ സെക്കുലറിസത്തിന് വേണ്ടി നിൽക്കുമ്പോൾ സെക്കുലർ ആശയങ്ങൾക്ക് എതിരായിട്ട് വരുന്ന, അല്ല എങ്കിൽ മൈനോറിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ചില ബില്ലുകൾക്കെതിരെ ഈ സർക്കാരുകളോ ഈ സംസ്ഥാനങ്ങളിലുള്ള രാഷ്ട്രീയക്കാരോ ഇടപെടുന്നത് സ്വാഭാവികമാണ്. വിജയ്ക്കെതിരെയുള്ള അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാരിനെതിരെയുള്ള 3 ആരോപണങ്ങൾ ഈ ദിവസങ്ങളിൽ ഉയർന്നു വരുന്നത്, ഒന്ന്, ഈ തമിഴ്നാട് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ വന്ന ഡോക്ടർ വിൽസൺ, തമിഴ്നാട് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ബജറ്റ് കൊണ്ടുവന്നതിൻ്റെ കൂടെ ഒരു റോസറിയുടെ പാക്കറ്റ് കൊണ്ടുവന്നു. അദ്ദേഹം കുരിശു വരച്ചു എന്നൊക്കെയാണ് ഒരു വലിയ ആരോപണം. അതായത് കുരിശു വരച്ച് റോസറി പാക്കറ്റും ചേർത്ത് പിടിച്ചാണ് അദ്ദേഹം ഈ പറഞ്ഞ ബജറ്റ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ക്രിസ്ത്യൻ സർക്കാരാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, തമിഴ്നാട് സ്പീക്കറിനെ കുറിച്ച് JCD പ്രഭാകർ, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്, ഒരു സുവിശേഷകനാണ്. അത് നേരത്തെ തന്നെ ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ അടുത്ത സമയത്ത് കാത്തലിക് ചർച്ച് ഓർഗനൈസ് ചെയ്ത ഒരു മദ്യവിരുദ്ധ ഒരു റാലിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തത് ഈ പറഞ്ഞതുപോലെ ഈ വലതുപക്ഷ ചിന്താഗതിയുള്ള, അല്ല എങ്കിൽ സംഘപരിവാർ ആശയങ്ങളുള്ള പാർട്ടികൾക്ക് വലിയ നൊമ്പരമുണ്ടാക്കി. അവർ പറഞ്ഞു, നോക്കെ സ്പീക്കർ പോയിട്ട് എന്തിനാ ക്രിസ്ത്യൻ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. ഈ 3 കാരണങ്ങൾ കൊണ്ട്, ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഉണ്ടായ ഈ 3 കാരണങ്ങൾ കൊണ്ട് തമിഴ്നാട് സർക്കാർ ഒരു ക്രിസ്ത്യൻ സർക്കാരാണെന്നൊക്കെയാണ് ഇപ്പോൾ ആളുകൾ, അതായത് ഈ BJPയും അതുപോലെയുള്ള ഈ പറഞ്ഞ ഹിന്ദുത്വ ആശയങ്ങളുള്ള പാർട്ടികളുമൊക്കെ ഇപ്പോൾ ആരോപിച്ച് കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു മന്ത്രി വ്യക്തിപരമായിട്ടുള്ള അയാളുടെ വിശ്വാസങ്ങൾ അദ്ദേഹം പാലിക്കുന്നതിൽ, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പ്രത്യേക മതത്തിൻ്റെ ആളാണെന്നൊന്നും പറയാൻ പറ്റുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റ് തന്നെ പൂജയൊക്കെ നടത്തിയല്ലേ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തത്. മാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും മതപരമാകുന്ന ചടങ്ങുകളിൽ വളരെ പ്രത്യക്ഷമായിട്ട് തന്നെ ഇൻവോൾവ് ചെയ്യുന്ന ആളല്ലേ. ഉത്തർപ്രദേശൊക്കെ ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം കാവ്യവസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മതത്തെ ശരിക്കും വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെയല്ലേ ഭരിക്കുന്നത്. അപ്പോൾ ഓരോ മന്ത്രിമാർക്കും ഭരണത്തലവന്മാർക്കും അവരുടെ മതങ്ങളുണ്ട്. ആ മതങ്ങൾ അവർക്ക് പിൻപറ്റേണ്ടിയിരിക്കുന്നു. അതവർ പിൻപറ്റട്ടെ. അതിൻ്റെ അർത്ഥം അവരുടെ മതം അതായതുകൊണ്ട് അവർ ആ മതത്തിൻ്റെ സർക്കാർ നയിക്കുന്നു എന്നുള്ളത് ഒന്നുമല്ല. ഇങ്ങനെ ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് വളരെ പക്ഷപാതപരമായിട്ടുള്ള രീതിയിലാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഖേദകരമായ ഒരു അവസ്ഥ. ഇനി FCRA ബില്ലിൻ്റെ അമെൻഡ്മെൻറ്റ് ബില്ലിൻ്റെ ആ ഒരു കൺസേണിലേക്ക് കടന്നു വരാം. എന്തുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹം ഈ ബില്ലിനെ ഇത്രയധികം എതിർക്കുന്നത്? എന്താണ് അവരുടെ ഭയം? എങ്ങനെയാണ് ഇതൊരു ന്യൂനപക്ഷ വിരുദ്ധമാകുന്ന ബില്ലായി കണക്കാക്കപ്പെടുന്നത്? ഈ ബില്ലിനോടല്ല ആർക്കും പ്രശ്നമുള്ളത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോറിൻ കറൻസി റെഗുലേറ്ററി അതോറിറ്റി ആ ഒരു നിയമം, ഇത് ഇന്ത്യയിൽ പണ്ട് തന്നെ ഉള്ള ഒരു സംവിധാനമാണ്. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഈ ഒരു നിയമം നേരത്തെ തന്നെ ഉള്ളതാണ്. FCRA നേരത്തെ തന്നെ ഉള്ളതാണ്. ഈ പറഞ്ഞ ബില്ലൊക്കെ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ ഒട്ടുമുക്കാൽ ഈ പറഞ്ഞ ക്രിസ്ത്യൻ ചാരിറ്റീസിൻ്റെ NGOസിൻ്റെയൊക്കെ FCRA അക്കൗണ്ട് നേരത്തെ തന്നെ ക്യാൻസൽ ചെയ്തതുമാണ്. അതുകൊണ്ട് ഈ പുതിയ ബില്ല് വന്നിട്ട് FCRA അക്കൗണ്ട് മരവിപ്പിക്കുമെന്നോ ക്യാൻസൽ ചെയ്യുമെന്നുള്ള ഭയം കൊണ്ടൊന്നുമല്ല ഇതിനെ എതിർക്കുന്നത്. കാരണം ഒരുവിധപ്പെട്ട എല്ലാ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ്റെയും FCRA നമ്പറിനൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതിനകത്ത് ഹോസ്പിറ്റൽസ് പോലുമുണ്ട്, വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന, ഒരുപക്ഷെ സെഞ്ചുറി ഓൾഡ്, ഒരു നൂറ്റാണ്ടൊക്കെ പ്രവർത്തിച്ച ഹോസ്പിറ്റൽസിൻ്റെയൊക്കെ FCRA അക്കൗണ്ട് ക്യാൻസലായ സംഭവങ്ങളൊക്കെ റീസെൻ്റ്ലി കേൾക്കുവാനിടയായി തീർന്നു. അങ്ങനെ വരുമ്പോൾ ഈ FCRA നിയമം ഭേദഗതി വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും എന്നുള്ള ഭയം കൊണ്ടൊന്നുമല്ല ഈ മൈനോറിറ്റീസ് ഇതിനെ എതിർക്കുന്നത്. ഒരു രാജ്യത്ത് വിദേശത്തു നിന്ന് ഫണ്ട് കൊണ്ടുവന്ന് നടത്തുന്ന ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് ആ നടപടികൾ ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമാണ്. കേന്ദ്ര സർക്കാർ അതിനു വേണ്ടി സത്വരമായ നടപടികൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനകത്തൊന്നും
യാതൊരു സംശയവുമില്ല. ഫോറിൻ കറൻസി ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ ഒരുപക്ഷെ തെറ്റായ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കാം, ടെററിസത്തിന് ഉപയോഗിക്കാം, മറ്റ് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടാകേണ്ടത്, ഒരു നിയമം ഉണ്ടാകേണ്ടതൊക്കെ വളരെ അത്യാവശ്യമാണ്. നിയമം ഇല്ല എന്നുള്ളതുമല്ല പ്രശ്നം. ഇത് പണ്ട് തന്നെ ഇന്ത്യയിൽ FCRA നിയമങ്ങൾ ഉണ്ട്. പ്രശ്നം ഇപ്പോൾ ഈ നിയമത്തിൽ വരുത്തുന്ന അമെൻമെൻറ്റ്സ് ആണ്, ചേഞ്ചസ് ആണ്, ചില ഭേദഗതികൾ വരുത്തുവാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുൻപോട്ട് വന്നിരിക്കുന്നത്. ഈ ഭേദഗതികളെയാണ് മൈനോറിറ്റീസ് ഭയക്കുന്നത്. മൈനോറിറ്റീസ് ഈ ഭേദഗതികളെ ഭയക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള റെഗുലേറ്ററി നിയമങ്ങൾ ഉണ്ടാകേണ്ടത് ദേശത്തിൻ്റെ സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. ആർക്കും അതിനെ എതിർക്കുവാൻ കഴിയുകയില്ല. പണ്ടും എതിർത്തിട്ടില്ല, ഇന്നും എതിർക്കുവാൻ കഴിയില്ല. പക്ഷേ എന്തുകൊണ്ട് ക്രിസ്ത്യൻസ് പിന്നെ ഈ ബില്ലിനെ എതിർക്കുന്നു? എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു ഭയമാണ്. അതായത് ഒത്തിരി കരിനിയമങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. കരിനിയമങ്ങൾ എന്ന് പറയുമ്പോൾ നിയമം നല്ല ഉദ്ദേശത്തോടു കൂടെ സ്ഥാപിക്കപ്പെട്ടെങ്കിലും അതിനെ ദുരുപയോഗം ചെയ്യും. പ്രത്യേകിച്ചും ഒരു ഉദാഹരണം പറഞ്ഞാൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള നിയമങ്ങൾ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന നിയമങ്ങളാണ്. ആ നിയമങ്ങളുടെ പേരിൽ പുരുഷന്മാർക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഭയം എന്ന് പറഞ്ഞാൽ ഈ FCRA വഴി അതിൻ്റെ റെഗുലേഷൻ അമെൻമെൻറ്റ്സ് വഴി കൊണ്ടുവരുന്ന നിയമങ്ങളെ അല്ല ഭയം, ആ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്നുള്ള ഭയമാണ് ക്രിസ്ത്യൻ സമൂഹത്തിന് ഉള്ളത്. അതായത് ഭേദഗതി ഏതൊക്കെ വിധത്തിലാണുള്ളത്? വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതി, ഇത് കേവലം ഫോറിൻ കറൻസിയെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു നിയമം എന്നതിൽ നിന്ന് ഒരു പടിയും കൂടെ മുൻപിലോട്ട് കടന്നിട്ട് ഈ NGOസിൻ്റെ സ്വത്ത് കണ്ടെത്തുവാൻ, പിടിച്ചെടുക്കുവാനുള്ള അധികാരം കൂടെ കൊടുക്കുന്ന ഒരു നിയമമാക്കി മാറ്റിക്കൊണ്ട് ഇത് ഭേദഗതി ചെയ്യുന്നു. ഇതിനെ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ സമൂഹം ഭയപ്പെടുന്നത്? വളരെ ലളിതമായി പറഞ്ഞാൽ, ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ക്രിസ്ത്യൻ NGOയുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ കഴിയും. അതായത് ഫോറിൻ കറൻസി വന്നിട്ട് അത് കൊണ്ടുവന്ന അതേ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല അത് ഉപയോഗിച്ചത്, മറിച്ച് മറ്റ് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് വഴിമാറ്റി ഉപയോഗിച്ചു എന്നൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ച് കേസ് കൊടുക്കുവാനും ആ കേസിൽ കോടതി തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ ആ ചാരിറ്റി ഓർഗനൈസേഷൻ്റെ പ്രോപ്പർട്ടി കണ്ടുകെട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വളരെ പ്രസിദ്ധമാകുന്ന ഒരു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാണ് മദർ തെരേസ തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം എത്ര ഉദാത്തമാകുന്ന, എത്ര മാതൃകാപരമാകുന്ന പ്രവർത്തനമാണ് മദർ തെരേസയുടെയൊക്കെ ആ ഒരു NGO ചെയ്യുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് ഫോറിൻ ഫണ്ട് നിശ്ചയമായിട്ട് ഇപ്പോഴും അവർക്ക് ഫോറിൻ ഫണ്ട് വരുന്നുണ്ട്. ആ ഫോറിൻ ഫണ്ട് വഴി അവരൊരു സ്കൂൾ പണിതു എന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ ആ ഫോറിൻ ഫണ്ട് വഴി അവർ പണിത സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തൊരു ചാപ്പലും കൂടെ ഉണ്ടാക്കിയെന്ന് ചിന്തിക്കുക. മിക്കവാറും ഈ ക്രിസ്ത്യൻ സ്കൂളുകളോടൊപ്പം ഒക്കെ ഒരു ചെറിയ ചാപ്പലോ ഒക്കെ പണിയുന്ന രീതിയുണ്ടല്ലോ. ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നു, അതിൻ്റെ കൂടെ ഒരു പക്ഷേ ഒരു പ്രാർത്ഥനാ മുറിയും കൂടെ ഉണ്ടാക്കുന്നു എന്ന് ചിന്തിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ഫണ്ട് കൊണ്ടുവന്നത് ഈ പറഞ്ഞ ഹോസ്പിറ്റലിന് വേണ്ടിയാകാം, സ്കൂളിന് വേണ്ടിയാകാം. പക്ഷെ വക മാറ്റി അവിടെ ഒരു ചാപ്പൽ പണിതു എന്ന് ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആ പണിത ചാപ്പൽ ഒരു മതസ്ഥാപനമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ മുഴുവൻ പ്രോപ്പർട്ടിയും കണ്ടെത്തുവാനുള്ള ഒരു വിധി പുറപ്പെടുവിക്കുവാൻ ഈ നിയമത്തിനകത്ത് പഴുതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇനിയും ഭാവിയിലേക്കല്ല, അങ്ങ് പണ്ട് കാലത്ത് പണിതിട്ടുള്ള സ്കൂളുകളോ ഈ പറഞ്ഞ കോളേജുകളോ ഈ പറഞ്ഞ ഹോസ്പിറ്റൽസോ ഇങ്ങനെയുള്ള ക്രിസ്ത്യൻ NGOസിൻ്റെ അണ്ടറിലുള്ള സ്ഥാപനങ്ങളെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ആളുകൾ കേസ് കൊടുത്ത് കുടുക്കി അവരുടെ സ്ഥാപനങ്ങൾ കണ്ടുകെട്ടുവാൻ കാരണമായി തീരുമെന്ന് ക്രിസ്തീയ സമൂഹം ഭയപ്പെടുന്നു. ഇവിടെയാണ് എനിക്ക് ഈ ഷാജൻ സക്രിയ സാറിനോടും മാതീഷമൽ സാറിനോടും ഒക്കെ പറയാനുള്ളത്. ഇത് വെറും ഒരു റെഗുലേറ്ററി ബില്ലല്ല സാറുമാരെ, ഇതിനൊക്കെ അപ്പുറമായിട്ട് ഇതിനെ ക്രിസ്ത്യൻസ് ഭയപ്പെടുവാൻ കാരണം ഇത് ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ബില്ലായി പ്രവർത്തിക്കുമോ എന്ന ഭയമാണ്. അങ്ങനെ പ്രവർത്തിക്കത്തില്ല എന്ന വിശ്വാസം ഇന്ത്യയുടെ മൈനോറിറ്റീസിനകത്ത് കൊടുക്കുവാൻ ഭരണകേന്ദ്രത്തിന് കഴിയുമെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഈ ബില്ല് വളരെ സുതാര്യമായിരിക്കും, ഈ ബില്ല് ആരും ദുരുപയോഗം ചെയ്യത്തില്ല എന്നൊക്കെ ഒരു വിശ്വാസം മൈനോറിറ്റീസിനകത്ത് കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ആരും ഇതിനെ എതിർക്കത്തില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു വിശ്വാസം മൈനോറിറ്റീസിൻ്റെ ഹൃദയത്തിനകത്ത് കൊടുക്കുവാൻ ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ ഗവൺമെൻറ്റിന് ആവുന്നില്ല എന്ന കാരണത്താലാണ് ഈ മൈനോറിറ്റീസിൻ്റെ അകത്ത് ഭയം വർദ്ധിക്കുന്നത്. ആരെങ്കിലുമൊക്കെ ഒരുപക്ഷെ ഗവൺമെൻറ്റിൽ നിന്നാകുകയില്ല, മറിച്ച് ഇങ്ങനെയുള്ള ആശയങ്ങളുള്ള ഈ പറഞ്ഞ വലതുപക്ഷ ആശയങ്ങളുള്ള ആരെങ്കിലുമൊക്കെ മൈനോറിറ്റീസിനെ ഈ പറഞ്ഞ നിയമം വഴി ടാർഗറ്റ് ചെയ്യുവാൻ സാധ്യതയുണ്ടാകും എന്ന ഒരു ഭയമാണ് ക്രിസ്ത്യൻ സമൂഹത്തെ അല്ലെങ്കിൽ
ഈ പറഞ്ഞ ക്രിസ്ത്യൻ NGOസിനെയൊക്കെ ഇതിനെ എതിർക്കുവാൻ പ്രേരിപ്പിക്കുന്നതിന് പ്രധാന കാരണമെന്നുള്ള ഒരു സത്യം എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് പാഠഭേദത്തിലൂടെ ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യുകയും ഒന്ന് തുറന്നു പറയാൻ ശ്രമിക്കുകയുമാണ്. പക്ഷപാതമില്ലാതെ തന്നെ ഈ നിയമം നടപ്പാക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആരും ഇതിനെ എതിർക്കുകയില്ല. പക്ഷേ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഏറ്റവും അധികം വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി RSSന് രജിസ്ട്രേഷൻ ഇല്ല എന്നുള്ളതാണ്. RSS പോലെ വലിയൊരു സംഘടനയ്ക്ക് രജിസ്ട്രേഷൻ ഇല്ലാതെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുവാൻ കഴിയുന്നു. അപ്പോൾ തന്നെ ആളുകൾ പറയും, കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്തൊന്നും RSSനെ കൊണ്ട് എന്താണ് രജിസ്ട്രേഷൻ ചെയ്യുവാൻ നിർബന്ധിക്കാഞ്ഞത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂരിപക്ഷത്തിൻ്റെ ഒരു അപ്പർ ഹാൻഡ് അതെങ്ങനെ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണെങ്കിലും ഇന്നാണെങ്കിലും ഒക്കെ ഇന്ത്യയിൽ ഉണ്ട്, അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു സംഘടനയ്ക്ക്, വലിയൊരു സംഘടനയ്ക്ക് രജിസ്ട്രേഷൻ ഒന്നും വേണ്ട, സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ കഴിയുന്നു. എന്നാൽ ചെറിയ ചെറിയ NGOസിനെ അവയെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കുന്നു എന്ന ഒരു ചിന്ത സമൂഹത്തിനിടയിൽ ഉണ്ടായിരിക്കുന്നു. ഇതുകൊണ്ടൊക്കെയാണ് ഈ പറഞ്ഞതുപോലെ FCRA നിയമ ഭേദഗതി ബില്ലിനെ ആളുകൾ എതിർക്കുന്നത്, ഭയക്കുന്നത്. എനിക്ക് തോന്നുന്നു ആസാദിയുടെ പ്രേക്ഷകർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന്. വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, ഇതിൻ്റെ ഒരു വിവരം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.